നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന യൂണിറ്റിൻ്റെ 5ാമത്തെയും അവസാനത്തെയും പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 4 പാർട്ട് വരെയുള്ള വീഡിയോസ് നമ്മൾ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. 8ാം ക്ലാസ്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട്. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് വെച്ചാൽ രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്തൊക്കെയാണെന്ന്. എന്താണ് ലക്ഷ്യം? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ലക്ഷ്യം എന്താണ്? നോക്കിയോളൂ. ഇറ്റ്സ് എയിം ഈസ് ടു എസ്റ്റാബ്ലിഷ് എ വെൽഫെയർ സ്റ്റേറ്റ്. ഒരു വെൽഫെയർ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ എയിം. എന്താണ് ഒരു വെൽഫെയർ സ്റ്റേറ്റ്? എന്താണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ? ക്ഷേമരാഷ്ട്രം. ഒരു ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുക, അതല്ലേ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് വെച്ചാൽ. അപ്പോൾ സ്ഥാപിക്കുക എന്നതാണ് എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ എയിമിൽ ഒബ്ജക്റ്റീവ് രണ്ടും സെയിം ആണ്. ലക്ഷ്യം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. എയിം എന്താണെന്ന് ചോദിച്ചാലും ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാലും നമ്മൾ ഈ ഒരു ആൻസർ എഴുതിയാൽ മതി. പിന്നെ എന്താണ് പറയുന്നത്? ബൈ എൻഷുറിങ്, ഉറപ്പുവരുത്തിക്കൊണ്ട്. എന്തുറപ്പുവരുത്തിക്കൊണ്ട്? ദ വെൽഫെയർ ആൻഡ് പ്രോഗ്രസ് ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ദി പീപ്പിൾ. എല്ലാ സെക്ഷൻസ് ഓഫ് ദി പീപ്പിളിൻ്റെയും, എല്ലാ വിഭാഗം ജനങ്ങളുടെയും വെൽഫെയർ എന്ന് വെച്ചാൽ ക്ഷേമവും, പ്രോഗ്രസ് അവരുടെ പുരോഗതിയും, എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നോക്കിയോളൂ. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് and directive principles are violated, it can be enforced with the support of the court. Right, whether the above statement is true or false. അതായത് ഈ ഫണ്ടമെൻ്റൽ റൈറ്റും അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും. ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ മൗലികാവകാശങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശക തത്വങ്ങൾ. ഇത് രണ്ടും വയലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ലംഘിക്കപ്പെട്ടാൽ ഇറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദി കോർട്ട്. ഇതിനെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദി കോർട്ട് വഴി, അല്ലേ? കോടതി വഴി ഇതിനെ നമുക്ക് കോടതിയുടെ പിൻബലത്തോടു കൂടി നമുക്കിതിനെ നടപ്പിലാക്കാൻ കഴിയും. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും ലംഘിക്കപ്പെട്ടാൽ അത് കോടതിയുടെ പിൻബലത്തിലൂടെ നടപ്പിലാക്കാൻ കഴിയും. മുകളിൽ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയോ തെറ്റോ എന്നെഴുതുക. ഏതാണ് ഇത്? ശരിയാണോ? ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും, അല്ലേ? മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും. ഇതിൽ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് കോടതിയുടെ പിൻബലത്തോടെ നടപ്പിലാക്കാൻ കഴിയും. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ലംഘിക്കപ്പെട്ടാൽ അത് കോടതിയുടെ പിൻബലത്തോടു കൂടി നടപ്പിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഇത് രണ്ടും നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എന്നാൽ ഇവിടെ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്താൽ കോടതിയുടെ പിൻബലത്തോടു കൂടി നടപ്പിലാക്കാൻ കഴിയും എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. എന്നാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്താൽ കോടതിയുടെ പിൻബലത്തോടെ നടപ്പിലാക്കാൻ കഴിയും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചെങ്കിൽ അത് തെറ്റ്. ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് നമുക്ക് കോടതിയുടെ സപ്പോർട്ടോടു കൂടി എൻഫോഴ്സ് ചെയ്യാൻ കഴിയും. എന്നാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്താൽ അത് കോടതിയുടെ സപ്പോർട്ടോടു കൂടി എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. അത് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ്? അതായത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് പാർട്ടിലാണ്? ആൻസർ പാർട്ട് 4 അല്ലെങ്കിൽ ഭാഗം 4. പാർട്ട് 4 അല്ലെങ്കിൽ ഭാഗം 4ലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫണ്ടമെൻ്റൽ റൈറ്റ് മൗലികാവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ള പാർട്ട് ഏതാണ്? പാർട്ട് 3, അല്ലേ? പാർട്ട് 3, അല്ലേ? അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പാർട്ട് 4. അടുത്തത്. ഇൻ വിച്ച് ആർട്ടിക്കിൾസ് ആർ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഏതെല്ലാം അനുച്ഛേദങ്ങളിലാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉൾപ്പെടുത്തിയിട്ടുള്ള അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഏതോട്ട് ഏതുവരെയാണ്?
ആർട്ടിക്കിൾസ് 36 to 51, അനുച്ഛേദം 36 മുതൽ 51 വരെ. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നോക്കിയോളൂ. The aim of the directive principles is to establish a welfare state by ensuring the welfare and progress of all sections of the people. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ടു എസ്റ്റാബ്ലിഷ് എ വെൽഫെയർ സ്റ്റേറ്റ്, ഒരു വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ക്ഷേമരാഷ്ട്രം എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ സ്ഥാപിക്കുക എന്നതാണ്. എങ്ങനെ? ബൈ എൻഷുറിങ്, ഉറപ്പുവരുത്തിക്കൊണ്ട്. ഉറപ്പുവരുത്തിക്കൊണ്ട്? ദ വെൽഫെയർ ആൻഡ് പ്രോഗ്രസ് ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ, എല്ലാ വിഭാഗം ജനങ്ങളുടെയും വെൽഫെയർ എന്ന് വെച്ചാൽ ക്ഷേമവും പ്രോഗ്രസ് അവരുടെ പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് എൻഷുർ ചെയ്തുകൊണ്ട് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ എയിം എന്ന് പറയുന്നത്. അടുത്ത സെൻറ്റൻസ്, The directive principles include ideas for achieving socio-economic justice. മാത്രമല്ല ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഐഡിയാസ് ഓഫ് അച്ചീവിങ്, അച്ചീവ് ചെയ്യുക അല്ലേ, നേരിടുക. അതായത് സാമൂഹിക സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ്, അതായത് സാമൂഹിക സാമ്പത്തിക നീതി കൈവരിക്കുന്നതിനുള്ള, അച്ചീവ് ചെയ്യുന്നതിനുള്ള ഐഡിയാസ്, ആശയങ്ങൾ ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. However, they are not enforceable by the courts. കോർട്ട് വഴി നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല? എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, നടപ്പിലാക്കാൻ കഴിയില്ല. ഏത്? ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഹൗഎവർ ദേ ആർ നോട്ട്, അല്ലേ, ദേ ആർ നോട്ട് എൻഫോഴ്സബിൾ. ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? എൻഫോഴ്സബിൾ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇത് നമുക്ക് നടപ്പിലാക്കാൻ കഴിയില്ല ബൈ ദ കോർട്ട്, കോടതിയുടെ സഹായത്തോടു കൂടി ഇത് നമുക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. ഇനി ആർട്ടിക്കിൾസ് 36 to 51 ഇൻ പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ഭാഗത്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏത്? ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. They are recommendations that government should follow in administration and legislation. They are recommendations. ഇതെന്ന് പറയുന്നത്, ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒരു റെക്കമെൻഡേഷൻസ് ആണ്. ദാറ്റ് ഗവൺമെൻറ് ഷുഡ് ഫോളോ ഇൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലെജിസ്ലേഷൻ. റെക്കമെൻഡേഷൻസ് എന്ന് വെച്ചാൽ നിർദ്ദേശങ്ങളാണ്. ഏത്? സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എവിടെയൊക്കെയാണ് സർക്കാരുകൾ പാലിക്കേണ്ടത്? ഭരണനിർവഹണത്തിൽ, അഡ്മിനിസ്ട്രേഷൻ ലെവലിലും, അതുപോലെ ലെജിസ്ലേഷൻ, നിയമനിർമ്മാണത്തിലും അതുപോലെ ലെജിസ്ലേഷനിലും അഡ്മിനിസ്ട്രേഷൻ ലെവലിലും നമ്മുടെ സർക്കാരുകൾ, അല്ലേ, ഗവൺമെൻറ് കൊണ്ടുവരേണ്ട റെക്കമെൻഡേഷൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലെന്ന് പറയുമ്പോൾ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ. അടുത്തത് മലയാളം മീഡിയം നോക്കിയോളൂ. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുകയാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. സാമൂഹിക സാമ്പത്തിക നീതി കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് കോടതിയുടെ പിൻബലത്തോടെ നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. ഭരണഘടനയുടെ ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അടുത്തത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 3 വിച്ച് ആർ ദേ. രാഷ്ട്രനയങ്ങളുടെ നിർദ്ദേശക തത്വങ്ങളെ നമുക്ക് 3 തരംതിരിക്കാം. 1. ലിബറൽ ഐഡിയാസ് അല്ലെങ്കിൽ ഉദാര ആശയങ്ങൾ. 2. സോഷ്യലിസ്റ്റ് ഐഡിയാസ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. 3. ഗാന്ധിയൻ ഐഡിയാസ് അല്ലെങ്കിൽ ഗാന്ധിയൻ ആശയങ്ങൾ. അടുത്തത്, വാട്ട് ആർ ദ ലിബറൽ ഐഡിയാസ് എൻഷ്രൈൻഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഈ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദാര ആശയങ്ങൾ ഏതെല്ലാം? ഒന്നാമത്തത്, പ്രൊമോട്ട് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഇന്റർനാഷണൽ പീസ് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര സമാധാനം, സെക്യൂരിറ്റി എന്ന് വെച്ചാൽ സുരക്ഷിതം. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനെ അഭിവൃദ്ധിപ്പെടുത്തുക. അപ്പോൾ പ്രൊമോട്ട് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അതാണ് ലിബറൽ ഐഡിയാസിൽ ഒന്നാമത് പറഞ്ഞിട്ടുള്ളത്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക. രണ്ടാമത്തത്, യൂണിഫോം സിവിൽ കോഡ് ഫോർ സിറ്റിസൺസ്, അല്ലേ, പൗരന്മാർക്ക് യൂണിഫോം സിവിൽ കോഡ്, ഏകരൂപമായ നിയമസംഹിത. പൗരന്മാർക്ക് ഏകരൂപമായ നിയമസംഹിത എന്ന് വെച്ചാൽ എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം,
അതാണ് യൂണിഫോം സിവിൽ കോഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പൗരന്മാർക്ക് ഏകരൂപമായ നിയമസംഹിത അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് ഫോർ സിറ്റിസൺ, അത് രണ്ടാമത്തത്. അടുത്തത് മൂന്നാമത്തത് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്, തുല്യനീതിയും സൗജന്യ നിയമസഹായവും. ഈക്വൽ ജസ്റ്റിസ് തുല്യനീതി ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് അതായത് സൗജന്യ നിയമസഹായം. അടുത്ത നാലാമത്തത് പ്രൊവിഷൻസ് ഓഫ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ അണ്ടർ 6 years ഓഫ് ഏജ്, അതായത് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എന്തൊക്കെയാണ് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ. അതായത് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ ചെയ്യൽ. എന്ത് വ്യവസ്ഥ ചെയ്യൽ? കെയർ പരിചരണം, ആൻഡ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം. എങ്ങനെയുള്ളവർക്കാണ് ഇത് കൊടുക്കേണ്ടത്? കെയറും എഡ്യൂക്കേഷനും കൊടുക്കേണ്ടത് ഫോർ ചിൽഡ്രൻ കുട്ടികൾക്ക്, അല്ലേ? എങ്ങനെയുള്ള കുട്ടികൾക്ക്? അണ്ടർ 6 years ഓഫ് ഏജ്, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ അത് കൊടുക്കാനുള്ള പ്രൊവിഷൻ. അതാണ് നാലാമത്തെ പോയിന്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ പോയിന്റായ ലിബറൽ ഐഡിയാസിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത അഞ്ചാമത്തത് എൻവയോൺമെന്റ്, ലൈഫ് സ്റ്റോക്ക് ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ, പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം. എൻവയോൺമെന്റ് പരിസ്ഥിതി, ലൈഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കന്നുകാലി, ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ, വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ വന്യജീവി കൺസർവേഷൻ സംരക്ഷണം. മനസ്സിലായല്ലോ? അപ്പോൾ എൻവയോൺമെന്റ് കൺസർവേഷൻ, ലൈഫ് സ്റ്റോക്ക് കൺസർവേഷൻ, പിന്നെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. ഇത് ഇത്രയും വരുന്നതാണ് അഞ്ചാമത്തെ പോയിന്റ്. അപ്പോൾ ഇത്രയാണ് ലിബറൽ ഐഡിയാസിൽ വരുന്നത്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ വരുന്ന ലിബറൽ ഐഡിയാസ് അല്ലെങ്കിൽ ഉദാര ആശയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് എൻഷ്രൈൻഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഏതെല്ലാമാണ്? നോക്കിയോളൂ. ഒന്നാമത്തെ സോഷ്യലിസ്റ്റ് ഐഡിയാസ്, വേജ് ഫോർ ലൈവ്ലിഹുഡ് ഫോർ വർക്കേഴ്സ്, തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം. വേജ് എന്ന് വെച്ചാൽ വേതനം. ഫോർ ലൈവ്ലിഹുഡ് എന്ന് വെച്ചാൽ ജീവിക്കാൻ ആവശ്യമായ, ആർക്ക്? ഫോർ വർക്കേഴ്സിന് ജീവിക്കാൻ ആവശ്യമായ വേജ് വേതനം. ഒന്നാമത്തത് മനസ്സിലായല്ലോ, തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം. രണ്ടാമത്തത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ, അതായത് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം. അതായത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ, മെന്നിനും വുമണിനും ഈക്വൽ പേ ആയിരിക്കണം ഈക്വൽ വർക്കിന്, അല്ലേ? തുല്യ ജോലിക്ക് തുല്യ വേതനം. ഇനി മൂന്നാമത്തത് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്, വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. അതാണ് മൂന്നാമത്തത്. എന്താണ് പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ചാൽ പങ്കാളിത്തം. ആരുടെ പങ്കാളിത്തം? ഓഫ് വർക്കേഴ്സിന്റെ, തൊഴിലാളികളുടെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ പങ്കാളിത്തം. ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ അല്ലെങ്കിൽ വ്യവസായശാലകളുടെ മാനേജ്മെൻറ്റിൽ, നടത്തിപ്പിൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ പങ്കാളിത്തം. മൂന്നാമത്തെ മനസ്സിലായല്ലോ. അടുത്ത നാലാമത്തത് റൈറ്റ് ടു എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം. എംപ്ലോയ്മെൻ്റ് എന്ന് വെച്ചാൽ തൊഴിൽ ചെയ്യുക. അപ്പോൾ റൈറ്റ് ടു എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം. അഞ്ചാമത്തത് എൻഷുവർ റെഗുലർ ആൻഡ് ഹ്യൂമൻ വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ്. എൻഷുർ എന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. എന്ത് ഉറപ്പുവരുത്തണം? റെഗുലർ ആൻഡ് ഹ്യൂമൻ വർക്കിംഗ്. റെഗുലർ ആയിട്ടുള്ളതും ഹ്യൂമൻ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വപൂർണ്ണമായ, അപ്പോൾ മനുഷ്യത്വപൂർണ്ണമായതും റെഗുലർ ആയിട്ടുള്ളതും ഒരു വർക്കിംഗ് കണ്ടീഷനും, പിന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് വെച്ചാൽ പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക. അതാണ് അഞ്ചാമത്തത്. അപ്പോൾ അഞ്ചാമത്തെ എന്താണ്? എൻഷുർ റെഗുലർ ആൻഡ് ഹ്യൂമൻ വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ്. എൻഷുർ എന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. റെഗുലർ ആൻഡ് ഹ്യൂമൻ വർക്കിംഗ് കണ്ടീഷൻസ്, റെഗുലറും ഹ്യൂമൻ വർക്കിംഗ് കണ്ടീഷൻസും, അതായത് മനുഷ്യത്വപൂർണ്ണമായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസും. പിന്നെ എന്താണ്? മെറ്റേണിറ്റി ബെനിഫിറ്റ്, പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക. അതാണ് ഏറ്റവും അവസാനത്തത്. അതായത് നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക. മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രസവാനുകൂല്യങ്ങൾ. മനസ്സിലായോ? ഇത്രയാണ് സോഷ്യലിസ്റ്റ് ഐഡിയാസിൽ വരുന്നത്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലുള്ള സോഷ്യലിസ്റ്റ് ഐഡിയാസിൽ ഉൾപ്പെടുന്ന 5 എണ്ണമാണ് നമ്മൾ ഈ പറഞ്ഞത്. അടുത്തത്, വാട്ട് ആർ ദ ഗാന്ധിയൻ ഐഡിയാസ് എൻഷ്രൈൻഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയങ്ങൾ ഏതെല്ലാമാണ്? നോക്കിയോളൂ. ഒന്നാമത്തത് ഓർഗനൈസ് ഗ്രാമപഞ്ചായത്തുകൾ ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ സംഘടിപ്പിക്കുക. ഒന്നാമത്തെ എന്താണ്? ഓർഗനൈസ് ഗ്രാമപഞ്ചായത്തുകൾ ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ സംഘടിപ്പിക്കുക. രണ്ടാമത്തത് ഫോസ്റ്ററിംഗ് കോട്ടേജ് ഇൻഡസ്ട്രീസ്,
ഫോസ്റ്ററിങ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് പരിപോഷിപ്പിക്കുക. എന്ത് പരിപോഷിപ്പിക്കുക? കോട്ടേജ് ഇൻഡസ്ട്രീസ്, കുടിൽ വ്യവസായങ്ങളെ, അല്ലേ? കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ കുടിൽ വ്യവസായം. അപ്പോൾ കുടിൽ വ്യവസായങ്ങളെ ഫോസ്റ്റർ ചെയ്യുക, കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി, അതായത് അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ കൃഷി, അനിമൽ ഹസ്ബൻഡറി എന്ന് വെച്ചാൽ മൃഗസംരക്ഷണം. അപ്പോൾ കൃഷിയും മൃഗസംരക്ഷണവും അത് ഗാന്ധിയൻ ഐഡിയാസിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഓർഗനൈസ് ഗ്രാമപഞ്ചായത്ത് ഒന്നാമത്തത്, അതായത് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക. പിന്നെ ഫോസ്റ്ററിങ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക, ഗാന്ധിയൻ ഐഡിയാസിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തത് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി, കൃഷിയും മൃഗസംരക്ഷണവും, അതും ഗാന്ധിയൻ ഐഡിയാസിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തത് നാലാമത്തത് പ്രൊഹിബിഷൻ ഓഫ് കൺസംപ്ഷൻ ഓഫ് intoxicating drinks and drugs injurious to health. പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ തടയുക. എന്ത് തടയുക? ഓഫ് കൺസംപ്ഷൻ, ഉപഭോഗം തടയുക. എന്തിൻ്റെ ഉപഭോഗം? ഉപഭോഗം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നത് തടയുന്നു. എന്തിൻ്റെയാണ് തടയുന്നത്? ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. നമുക്ക് ഇൻടോക്സിക്കേറ്റിംഗ് വെച്ചാൽ ലഹരി ഉളവാക്കുന്ന, അപ്പോൾ ലഹരി ഉളവാക്കുന്ന അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, പാനീയങ്ങളും പിന്നെ ഡ്രഗ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡ്രിങ്ക്സും ഡ്രഗ്സും ഒക്കെ എങ്ങനെയാണ്? ഇൻജൂറിയസ് ടു ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇതിൻ്റെയൊക്കെ കൺസംപ്ഷൻ, ഇതിൻ്റെയൊക്കെ ഉപഭോഗം നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഹിബിറ്റ് ചെയ്യണം, അതായത് നിരോധിക്കണം. അതാണ് ഗാന്ധിയൻ ഐഡിയാസിൽ വരുന്ന നാലാമത്തെ പോയിന്റ്. മനസ്സിലായോ? അപ്പം എന്താണ്? ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും, മരുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡ്രഗ്സ്, അതിൻ്റെയൊക്കെ ഉപഭോഗത്തിനുള്ള നിരോധനം, അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതാണ് ഗാന്ധിയൻ ഐഡിയാസിൽ വരുന്ന അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തത് എന്താണ്? അപ്ലിഫ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ വീക്കർ സെക്ഷൻസ്. അപ്ലിഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഉന്നമനം. ആരുടെയൊക്കെ ഉന്നമനം? ഷെഡ്യൂൾഡ് കാസ്റ്റ്, പട്ടികജാതി വിഭാഗങ്ങളുടെയും, ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, പട്ടികവർഗ വിഭാഗങ്ങളുടെയും, ആൻഡ് അതർ വീക്കർ സെക്ഷൻ, മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും അപ്ലിഫ്റ്റ് എന്ന് വെച്ചാൽ ഉന്നമനം. അപ്പോൾ ഇത്രയാണ് ഗാന്ധിയൻ ഐഡിയാസിൽ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വരുന്ന ഗാന്ധിയൻ ഐഡിയാസ് എന്ന് പറയുന്നത്, ഗാന്ധിയൻ ആശയങ്ങൾ. അടുത്തത് വാട്ട് ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ലൈഫ് ഡു ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ടച്ച് അപ്പോൺ? ലിസ്റ്റ് ദം. അതായത് രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ സമൂഹ ജീവിതത്തിൻ്റെ ഏതെല്ലാം തലങ്ങളെ സ്പർശിക്കുന്നു അത് പട്ടികപ്പെടുത്തുക. ഏതൊക്കെ തലങ്ങളെയാണ് സ്പർശിക്കുന്നത്? നമ്മുടെ സമൂഹ ജീവിതത്തിൽ ഏതെല്ലാം തലങ്ങളെയാണ് ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി സ്പർശിക്കുന്നത്? ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ്, സാമൂഹിക സാമ്പത്തിക നീതി. രണ്ടാമത്തത് പീപ്പിൾസ് വെൽഫെയർ, ജനങ്ങളുടെ ക്ഷേമം, അതാണ് ജനക്ഷേമം. അപ്പോൾ ഇനി ബാക്കി ഒരു രണ്ടെണ്ണം നമ്മളിവിടെ എഴുതി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നോക്കിയോളൂ, ഇതിലേതാണ് ആൻസർ? എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ. പിന്നെ ലേബർ, തൊഴിലിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ ലോ, നിയമത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന അതേപോലെ ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് ഗാന്ധിയൻ ഐഡിയാസും സോഷ്യലിസ്റ്റ് ഐഡിയാസും പിന്നെ ലിബറൽ ഐഡിയാസ്, ഈ 3 അതിൻ്റെ അകത്ത് നമ്മൾ അഞ്ചെണ്ണം വെച്ച് പഠിച്ചില്ലേ? അതിൻ്റെ അകത്ത് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ലേബർ, ലോ, വിദ്യാഭ്യാസം, തൊഴിൽ, നിയമം. ഇത് 3 ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ തലങ്ങളിൽ സ്പർശിക്കുന്നു ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിയോളൂ. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ് എഴുതിയിട്ടുണ്ട്, താഴെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള പോയിന്റ്സ് നോക്കിയോളൂ. ഇത് 2 കോളമായിട്ട് നിങ്ങൾ വരച്ചെഴുതിയാലും മതി കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് സൈഡിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഇങ്ങനെ 2 കോളംസ്. എന്നിട്ട് ഈ തന്നിട്ടുള്ള പോയിന്റ്സ് 1 by 1 ആയിട്ട് താഴെ എഴുതിയാൽ മതി. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ താഴെ അതിൻ്റെ താഴെയുള്ള പോയിന്റ്സ് എഴുതുക, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ അതിൻ്റെ താഴെയുള്ള പോയിന്റ്സ് എഴുതുക. അങ്ങനെ എഴുതിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ അങ്ങനെ എഴുതാൻ ശ്രമിക്കുക. നോക്കിയോളൂ, ഫണ്ടമെൻ്റൽ റൈറ്റിൽ ക്യാൻ ബി റീസ്റ്റോർഡ് ത്രൂ കോർട്ട്. കോടതി വഴി നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയും. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണെങ്കിൽ കനോട്ട് ബി റീസ്റ്റോർഡ് ത്രൂ കോർട്ട്. റീസ്റ്റോർഡ് എന്നാണ് കേട്ടോ, RESTORED. അപ്പോൾ കനോട്ട് ബി റീസ്റ്റോർഡ് ത്രൂ കോർട്ട്, അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ പോയിന്റ്, സെറ്റിംഗ് ലിമിറ്റ്സ് ഓൺ ദ ഗവൺമെൻറ്റ്സ് പവേഴ്സ്. ഗവൺമെൻറ്റിൻ്റെ
അധികാരത്തിന് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുന്നു. സെറ്റിംഗ് ലിമിറ്റ്സ്, ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുന്നു. ഏതിൽ? ഓൺ ദ ഗവൺമെൻറ്റ്സ് പവർ, ഗവൺമെൻറ്റിൻ്റെ പവറിന്, ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിന് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അഡാപ്റ്റീവ് പ്രിൻസിപ്പിൾസിലെ രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഫോഴ്സസ് ദ ഗവൺമെൻറ് ടു ഡു സർട്ടൺ തിങ്സ്. ഇത് ഗവൺമെൻറ്റിനെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നു. ഇറ്റ് ഫോഴ്സ് ചെയ്യുന്നു, അതായത് നിർബന്ധിക്കുന്നു. എന്തിന് നിർബന്ധിക്കുന്നു? ദ ഗവൺമെൻറ്റിനെ നിർബന്ധിക്കുന്നു. എന്തിനാണ്? ടു ഡു സർട്ടൺ തിങ്സ്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനെ ഫോഴ്സ് ചെയ്യുന്നു. അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ രണ്ടാമത്തെ പോയിന്റ്. അടുത്ത ഫണ്ടമെന്റൽ റൈറ്റിലെ മൂന്നാമത്തെ പോയിന്റ് നോക്കിയോളൂ. പ്രൊട്ടക്ടിങ് ദ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഓരോ വ്യക്തികളുടെയും അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. മനസ്സിലായോ? ഫണ്ടമെന്റൽ റൈറ്റ് എന്താ ചെയ്യുന്നത്? പ്രൊട്ടക്റ്റിംഗ്, സംരക്ഷിക്കുന്നു. എന്ത് സംരക്ഷിക്കുന്നു? ദ റൈറ്റ്സ്, അവകാശങ്ങൾ. ആരുടെ? ഓഫ് ഇൻഡിവിജ്വൽസ്, വ്യക്തികളുടെ റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് നോക്കിയോളൂ. എൻഷുറിങ് ദ വെൽഫെയർ ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിലെ എല്ലാ സെക്ഷനിലെയും, എല്ലാ വിഭാഗത്തിലും പെട്ട സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ വെൽഫെയർ, ക്ഷേമം എൻഷുർ ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു. അപ്പം എന്താണ് ചെയ്യുന്നത്? എൻഷുറിങ് ദ വെൽഫെയർ അല്ലെങ്കിൽ ക്ഷേമം ഉറപ്പുവരുത്തുന്നു. ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം അല്ലെങ്കിൽ വെൽഫെയർ എൻഷുർ ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു. അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ മൂന്നാമത്തെ പോയിന്റ്. അടുത്ത ഫണ്ടമെന്റൽ റൈറ്റിലെ നാലാമത്തെ പോയിന്റ് നോക്കിയോളൂ. അമെൻഡ്മെന്റ് പ്രൊസീജിയേഴ്സ് ആർ കോംപ്ലിക്കേറ്റഡ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ് ഇപ്പോൾ ഉണ്ട്. ആ ഫണ്ടമെന്റൽ റൈറ്റിൽ ഏതെങ്കിലും ഒരു ചേഞ്ച് നമ്മൾ വരുത്തുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് അമെൻമെന്റ് എന്ന്. ഭരണഘടനാ ഭേദഗതി, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയും. അപ്പോൾ ഭരണഘടനയിലുള്ള ഫണ്ടമെന്റൽ റൈറ്റിൽ ഏതെങ്കിലും തരത്തിൽ ചേഞ്ച് വരുത്തിയാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് അമെൻമെന്റ് അല്ലെങ്കിൽ ഭേദഗതി. അപ്പം ഫണ്ടമെന്റൽ റൈറ്റിലുള്ള അമെൻമെന്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, സങ്കീർണമായിട്ടുള്ളതാണ്, ഒത്തിരി ബുദ്ധിമുട്ടേറിയതാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അമെൻമെന്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഭേദഗതിയുടെ പ്രൊസീജിയേഴ്സ്, നടപടിക്രമം എന്താണ്? ആർ കോംപ്ലിക്കേറ്റഡ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, വളരെ സങ്കീർണമായതാണ്. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണെങ്കിൽ ദ അമെൻമെന്റ് പ്രോസസ് ഈസ് സിമ്പിൾ. ഇവിടെയുള്ള അമെൻമെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ആണ്. അടുത്ത ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ലാസ്റ്റ് പോയിന്റ്, പ്രാക്ടീസസ് പൊളിറ്റിക്കൽ ഡെമോക്രസി. ഇത് പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് വെച്ചാൽ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുന്നു. അപ്പോൾ 5 പോയിന്റായി. ഫണ്ടമെന്റൽ റൈറ്റിലെ ലാസ്റ്റ് പോയിന്റ്, പ്രാക്ടീസസ് പൊളിറ്റിക്കൽ ഡെമോക്രസി. രാഷ്ട്രീയ ജനാധിപത്യത്തെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡെമോക്രസിയെ പ്രാക്ടീസ് ചെയ്യുന്നു, അതായത് പ്രാവർത്തികമാക്കുന്നു. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ ലാസ്റ്റ് പോയിന്റ് എന്താണ്? റിയലൈസിങ് സോഷ്യോ എക്കണോമിക് ഡെമോക്രസി. ഇവിടെ സോഷ്യോ എക്കണോമിക് ഡെമോക്രസി, അതായത് സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെ റിയലൈസ് ചെയ്യുന്നു, സാക്ഷാത്കരിക്കുന്നു. മനസ്സിലായോ? സാമൂഹിക സാമ്പത്തിക ജനാധിപത്യം, അതാണ് സോഷ്യോ എക്കണോമിക് ഡെമോക്രസി. അതിനെ എന്ത് ചെയ്യുന്നു? റിയലൈസ് ചെയ്യുന്നു, സാക്ഷാത്കരിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് മലയാളം മീഡിയംകാർക്കുള്ളത് നോക്കാം. മൗലികാവകാശങ്ങൾ നോക്കിയോളൂ. കോടതി വഴി പുനഃസ്ഥാപിക്കാൻ കഴിയും. നിർദ്ദേശക തത്വങ്ങളാണെങ്കിൽ കോടതി വഴി പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. അടുത്തത് മൗലികാവകാശങ്ങൾ. ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുന്നു. ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നു. നിർദ്ദേശക തത്വങ്ങൾ. അടുത്തത് മൗലികാവകാശങ്ങളിലെ മൂന്നാമത്തെ പോയിന്റ്, വ്യക്തികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നു. നിർദ്ദേശക തത്വങ്ങളിലെ മൂന്നാമത്തെ പോയിന്റ്, സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു. മൗലികാവകാശങ്ങളിലെ നാലാമത്തെ പോയിന്റ്, ഭേദഗതി നടപടികൾ സങ്കീർണമാണ്. ഇതിന്റെ ഭേദഗതി നടപടികൾ എന്താണ്? വളരെ സങ്കീർണമാണ്, ഒത്തിരി ബുദ്ധിമുട്ടേറിയതാണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഭേദഗതി നടപടികൾ സങ്കീർണമാണ്. എന്നാൽ നിർദ്ദേശക തത്വങ്ങളിൽ ഭേദഗതി നടപടികൾ ലളിതമാണ്, ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്ത മൗലികാവകാശങ്ങളിൽ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുന്നു. എന്നാൽ നിർദ്ദേശക തത്വങ്ങളിൽ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെ സാക്ഷാത്കരിക്കുന്നു. മനസ്സിലായോ? ഇത്രയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അടുത്ത ക്വസ്റ്റ്യനെ, വിച്ച് ആക്ട് വാസ് ഇംപ്ലിമെന്റഡ് ത്രൂ ഗാന്ധിയൻ ഐഡിയ ഓഫ് ഓർഗനൈസിംഗ് വില്ലേജ് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയത്തിലൂടെ നടപ്പിലാക്കിയ നിയമം ഏതാണെന്ന്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ഐഡിയാസിലൂടെ നടപ്പിലാക്കിയ ഒരു നിയമം ഏതാണ്? ആൻസർ, ദ പഞ്ചായത്തി രാജ് നഗർപാലിക ആക്ട്സ് ഓഫ് 1993. 1993 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം ഏതാണ്? വർഷം 1993, 1993. ആ ഡേറ്റിൽ എന്താണ്? പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം. അതാണ് പഞ്ചായത്തി രാജ് നഗർപാലിക ആക്ട്.
അടുത്തത് വിച്ച് ആക്ട് വാസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ദ ലിബറൽ ഐഡിയ ഓഫ് ഫ്രീ എഡ്യൂക്കേഷൻ, അതായത് സൗജന്യ വിദ്യാഭ്യാസം എന്ന ലിബറൽ ഐഡിയ, അതായത് ഉദാര ആശയത്തിലൂടെ നടപ്പിലാക്കിയ നിയമം ഏതാണ്? ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇതിലൂടെ നടപ്പിലാക്കിയ നിയമം ഏതാണ്? 2009 വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ എന്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009, 2009 വിദ്യാഭ്യാസ അവകാശ നിയമം. അപ്പോഴേ പഞ്ചായത്തി രാജ് ആക്ട് എന്താണ്? പഞ്ചായത്തി രാജ് നഗർപാലിക ആക്ട് 1993. ഇനി റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശ നിയമം 2009. മറക്കല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആക്ട് വാസ് ഇനാക്റ്റഡ് ടു ഇംപ്ലിമെന്റ് ദ സോഷ്യലിസ്റ്റ് ഐഡിയ ഓഫ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ? അതായത് സോഷ്യലിസ്റ്റ് ഐഡിയയായ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയമായ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ, സ്ത്രീക്കും പുരുഷനും ഈക്വൽ ജോലിക്ക് അല്ലെ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന സോഷ്യലിസ്റ്റ് ഐഡിയയിലൂടെ ഇംപ്ലിമെന്റ് ചെയ്ത ആക്ട് ഏതാണെന്ന്? സോഷ്യലിസ്റ്റ് ആശയമായ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന തത്വം പ്രാവർത്തികമാക്കുന്നതിനായി നടപ്പിലാക്കിയ നിയമം ഏതാണ്? ഈക്വൽ പേ ആക്ട് ഓഫ് 1976, തുല്യ വേതന നിയമം 1976. എന്താണ്? ഈക്വൽ പേ ആക്ട് ഓഫ് 1976, 1976. അപ്പോൾ പഞ്ചായത്തി രാജ് നഗരപാലിക ആക്ട് 1993, പിന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശ നിയമം 2009, 2009. ഇനി ഈക്വൽ പേ ആക്ട് 1976. അടുത്തത്, which committee was appointed by the central government in 1976 to submit suggestions of fundamental duties? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട്, അത് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. ഏത് വർഷമാണ്? 1976. ഇനി ഹൂ വാസ് ദ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയുമായിരുന്ന വ്യക്തി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ക്വസ്റ്റ്യൻ, ത്രൂ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഓഫ് 1976 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വെയർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? 1976 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഈ ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നേ എഴുതി വച്ചിട്ടുള്ളതാണ് അല്ലേ? BR അംബേദ്കർ ഒക്കെ വന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നേ എഴുതി വച്ചിട്ടുള്ളതാണ്. ആ എഴുതി വച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടി വരും അല്ലേ? അങ്ങനെ മാറ്റുന്നതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അമെൻമെൻറ്റ് നടത്തിയാണ് മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ആ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? അത് നമ്പറിട്ടാണ്. 1ാമത്തെ ഭേദഗതി, 2ാമത്തെ ഭേദഗതി, 3ാമത്തെ ഭേദഗതി, അല്ലെങ്കിൽ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, തേർഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, അങ്ങനെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ്? എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ആൻസർ 42ാം ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. അപ്പോൾ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൻ്റെ ഇയർ എത്രയാണ്? 1976 അല്ലേ? 4ഉം 2ഉം കൂടെ കൂട്ടി എത്ര കിട്ടും? 6. അപ്പോൾ 1976 കേട്ടോ. അങ്ങനെ ആലോചിച്ച് വെച്ചേക്കാം. അപ്പം 42ാം ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ഏത് വർഷമാണ്? 1976. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിലൂടെയാണ് ഏത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ. അടുത്തത്, in which part of our constitution are the fundamental duties included and under which articles?
അതായത് മൗലിക കർത്തവ്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എത്രാമത്തെ ഭാഗത്താണ്, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്, അതായത് എത്രാമത്തെ ഭാഗത്താണ്, ഏതൊക്കെ ആർട്ടിക്കിളിലാണ് മൗലിക കർത്തവ്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻസർ പാർട്ട് 4A, പാർട്ട് 4A. കണ്ടോ, 4 റോമൻ ലെറ്ററിലാണ് 4, ഒന്നിട്ടിട്ട് പിന്നെ ഒരു വി ചിഹ്നം ഇടുക, അതാണ് 4 എന്ന് പറയുന്നത്. അപ്പം 4A ഇത് അമെൻമെൻറ്റ് ചെയ്ത് വന്നതായതുകൊണ്ടാണ് ഈ എ എന്ന് പറയുന്ന ലെറ്റർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അമെൻമെൻറ്റ് ചെയ്യാതെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിലുള്ള സമയത്തെ വന്നതിനൊന്നും ഈ എ ലെറ്റേഴ്സ് ഇല്ല, ഈ പറയുന്ന ആൽഫബറ്റ്സിലുള്ള ഈ ലെറ്റേഴ്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത് പുതുതായിട്ട് അമെൻഡ് ചെയ്ത് വന്നതുകൊണ്ടാണ് ഇതിന് ഈ ഒരു ലെറ്റർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, എ എന്ന് പറഞ്ഞാൽ ലെറ്റർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പാർട്ട് എത്രയാണ്? പാർട്ട് 4A. ഇനി ആർട്ടിക്കിൾസ് എത്രയാണ്? 51A, ആർട്ടിക്കിൾ 51A, അനുച്ഛേദ 51A. മനസ്സിലായോ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എത്രാമത്തെ പാർട്ടിലാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ, അത് പാർട്ട് 3 അല്ലെങ്കിൽ ഭാഗം 3. ഇനി നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാർട്ട് 4. ഇനി മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാർട്ട് 4A. പാർട്ട് 4A. അടുത്തത്, ലിസ്റ്റ് എനി 4 ഐഡിയാസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും 4 ആശയങ്ങൾ എഴുതുക. ഒന്നാമത്തത് നോക്കിയോളൂ, 4 ആശയങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ വരുന്ന 4 ഐഡിയാസ്, അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഒന്നാമത്തത്, ഒബേയിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയെ അനുസരിക്കുക. ഒബേയിങ് എന്ന് വെച്ചാൽ അനുസരിക്കുക, എന്തിനെ? ദ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ ഭരണഘടനയെ അനുസരിക്കുക. രണ്ടാമത്തത്, പ്രൊട്ടക്റ്റിംഗ് ദ കൺട്രി, രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക, കാത്തു സൂക്ഷിക്കുക, രാജ്യത്തെ സംരക്ഷിക്കുക അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കുക, പ്രൊട്ടക്റ്റിംഗ് ദ കൺട്രി. മൂന്നാമത്തത്, പെർഫോമിംഗ് നാഷണൽ സർവീസ് വെൻ ദ കൺട്രി കോൾഡ് ഫോർ ഇറ്റ്, രാജ്യം ആവശ്യപ്പെടുമ്പോൾ, വെൻ ദ കൺട്രി കോൾഡ് ഫോർ ഇറ്റ്, രാജ്യം ആവശ്യപ്പെടുമ്പോൾ പെർഫോമിംഗ് നാഷണൽ സർവീസ്, ദേശീയ സേവനം, നാഷണൽ സർവീസ് എന്ന് വെച്ചാൽ ദേശീയ സേവനം പെർഫോം ചെയ്യുക, അനുഷ്ഠിക്കുക. അപ്പോൾ രാജ്യം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുക, പെർഫോമിംഗ് നാഷണൽ സർവീസ് വെൻ ദ കൺട്രി കോൾഡ് ഫോർ ഇറ്റ്. അടുത്ത 4ാമത്തെ പോയിന്റ്, പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെന്റ്, പരിസ്ഥിതി സംരക്ഷിക്കുക, എൻവയോൺമെന്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെന്റ്, പരിസ്ഥിതി സംരക്ഷിക്കുക. ഇതാണ് 4 പോയിന്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ വരുന്ന 4 പോയിന്റ്സ് അല്ല, അത് കൂടുതലുണ്ട്. ഇവിടെ ഇപ്പോൾ 4 പോയിന്റ്സ് ആണ് നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഈ 4 പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ്? ഒബേയിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയെ അനുസരിക്കുക, പ്രൊട്ടക്റ്റിംഗ് ദ കൺട്രി, രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക, പെർഫോമിംഗ് നാഷണൽ സർവീസ് വെൻ ദ കൺട്രി കോൾഡ് ഫോർ ഇറ്റ്, രാജ്യം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുക, പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെന്റ്, പരിസ്ഥിതിയെ സംരക്ഷിക്കുക. ഇനി, ഹൗ മെനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ എംബഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിൽ എത്ര മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? എത്ര മൗലിക കടമകളാണ്? 4 നമ്മളിപ്പോൾ പറഞ്ഞു, പക്ഷെ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 11 ഉണ്ട് കേട്ടോ. അപ്പോൾ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ 11 മൗലിക കടമകൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങളുടെ അടിസ്ഥാന തത്വം അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? When citizens enjoy their fundamental rights, they should also be aware of their fundamental duties. പൗരർ മൗലികാവകാശങ്ങൾ അനുഭവിക്കുമ്പോൾ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചുകൂടി ബോധമുള്ളവർ ആകണം. അതാണ് മൗലിക കർത്തവ്യങ്ങളുടെ അടിസ്ഥാന തത്വം അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളുടെ അടിസ്ഥാന തത്വം എന്താണ്? വെൻ സിറ്റിസൺസ് എൻജോയ് ദെയർ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഈ സിറ്റിസൺസ് അല്ലെങ്കിൽ പൗരർ അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ എൻജോയ് ചെയ്യുമ്പോൾ, അവരുടെ മൗലിക അവകാശങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ പറയുന്ന പൗരർ തന്നെ നമ്മുടെ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ചില കടമകളും കൂടിയുണ്ട്. ആ കടമകളാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ മൗലിക അവകാശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് രാഷ്ട്രം നൽകുന്ന അവകാശങ്ങളാണ്. എന്നാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പൗരർ അല്ലെങ്കിൽ സിറ്റിസൺസ് നമ്മുടെ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ചില കടമകളാണ്.
മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവിടുത്തെ ആൻസർ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? വെൻ സിറ്റിസൺസ് എൻജോയ് ദെയർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. സിറ്റിസൺസ് അല്ലെങ്കിൽ പൗരർ മൗലിക അവകാശങ്ങൾ എൻജോയ് ചെയ്യുമ്പോൾ, അനുഭവിക്കുമ്പോൾ തന്നെ ദേ ഷുഡ് ആൾസോ ബി അവെയർ. അവർ എപ്പോഴും അവെയർ ആയിരിക്കണം, ബോധവാന്മാരായിരിക്കണം. ഏതിനെക്കുറിച്ച്? ഓഫ് ദെയർ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അവരുടെ മൗലിക കടമകളെക്കുറിച്ച് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് കൂടി അവർ എന്തായിരിക്കണം? ബോധവാനായിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അടുത്തത്, മൗലിക കർത്തവ്യങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്? അതാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കിയോളൂ. ഇത് ഒന്നാമത്തെ പോയിന്റ് ധാർമ്മികമായതാണ്, രണ്ടാമത്തത് പൗരധർമ്മപരമായതാണ്, മൂന്നാമത്തെ പോയിന്റ് ധാർമ്മികവും പൗരധർമ്മപരമായതുമാണ്, നാലാമത്തെ പോയിന്റ് ഇവയൊന്നുമല്ല. ഏതാണ് ശരിയായിട്ടുള്ളത്? നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ സെൻറ്റൻസ് ആണ്. മൗലിക കർത്തവ്യങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന നമ്മൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കണം. ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ, നാലാണോ? ആൻസർ എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രസ്താവനയാണ് ശരി. ഏതാണ്? ധാർമ്മികവും പൗരധർമ്മപരമായതുമാണ്. മൗലിക കർത്തവ്യങ്ങളുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? അത് ധാർമ്മികവും പൗരധർമ്മപരമായതുമാണ്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് താഴെ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തത്, ഓൾ ആർ മോറൽ ഇൻ നേച്ചർ. ഇതെല്ലാം ധാർമ്മികമായതാണ്. ഓൾ ആർ സിവിക് ഇൻ നേച്ചർ. ഇത് പൗരധർമ്മപരമായതാണ്. സം ആർ മോറൽ ആൻഡ് സം ആർ സിവിക്. ചിലത് മോറലാണ്, ചിലത് സിവിക്കുമാണ്. ഇനി നൺ ഓഫ് ദി എബോവ്, മോളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നും ശരിയല്ല. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം വേർഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ? സി ക്വസ്റ്റ്യൻ അല്ലേ? സി ആണ് ആൻസർ. എന്താണ്? സം ആർ മോറൽ ആൻഡ് സം ആർ സിവിക് ഇൻ നേച്ചർ. ചിലത് മോറലുമാണ്, ചിലത് സിവിക് നേച്ചറുമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ 5, 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ ഫുൾ ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 5 പാർട്ട് വീഡിയോ ആണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 5 പാർട്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. താങ്ക്